ഒരുപാട് ആൾക്കാരെ മുമ്പ് വെച്ചാൽ ഒരുപാട് കഥകൾ പറയും, തമാശ പറയും, കേസ് കുറച്ചെടുക്കും. കുറെ കേസുകളൊക്കെ വൈകി പോകും. അപ്പൊ അദ്ദേഹം ആളുകൾ പറയാ സീരിയല് വളരെ കുറവും പരസ്യം ഭയങ്കര കൂടുതലാണ് എന്ന് പറയുന്ന കാലത്ത്. അങ്ങനെയാണ് എനിക്ക് വടകരയെ പറ്റിയിട്ടുള്ള ഒരു അനുഭവം, എൻ്റെ ഒരു അനുഭവം. അപ്പൊ അവിടെ വന്നൊരു വൈകി ഓടുന്ന തീവണ്ടി എന്നുള്ള ഒരു സമാഹാരം പ്രകാശനം ചെയ്യാന്നുള്ള ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു. ജിപ്സയുടെ കവിതകള് പ്രകാശനം ചെയ്യാനുള്ള അർഹത ഉണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ജിപ്സ വിളിച്ചപ്പോൾ ഞാൻ കവിത നിർത്തിയ ഒരാളാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കവിത എഴുതി തുടങ്ങുകയും കവിതയിൽ ആവശ്യമുള്ള സൂക്ഷ്മത കൊണ്ടുവരാനായിട്ട് എളുപ്പമല്ലാതെ മനസ്സിലാക്കിക്കൊണ്ട് പിൻവാങ്ങുകയും ചെയ്ത ഒരാളാണ്. കവിത വളരെ ന്യൂനപക്ഷത്തിൻ്റെ ഒരു സംഗതിയാണ്. കഥ പോലെയോ അല്ലെങ്കിൽ സിനിമ പോലെയോ അത്രയധികം ആളുകൾ കവിതയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പ്രശസ്തരായിട്ടുള്ള വീരകുമാരെ പോലെയുള്ള ആളുകൾക്ക് പോലും വായനക്കാര് കുറവായിരിക്കും. ന്യൂനപക്ഷം വളരെ ശ്രദ്ധിക്കുന്ന ആളുകൾ മാത്രമേ ഒരു പക്ഷെ കവിത വായിക്കാനായിട്ട് തയ്യാറാവുള്ളൂ. അപ്പൊ അത് ഒരു രീതിയിൽ വെല്ലുവിളിയാണ്. വലിയ ബുദ്ധിമുട്ട് വേണം കവിതയായിട്ട് തുടർന്ന് കൊണ്ടുപോകാനായിട്ട്. കാഴ്ചയൊക്കെ വളരെ ശ്രദ്ധയോടെ വേണം കാണാനായിട്ട്. ഞാൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇതിനോട് ബന്ധപ്പെട്ട്. ഈ കവിതയുടെ ഭാഷ എങ്ങനെ രൂപീകരിക്കുന്നു എനിക്ക് തോന്നുന്നു. അത് നിങ്ങളെല്ലാവരും കുറേ പേര് കേട്ടിട്ടുണ്ട്. ഒരു സെൻ കഥയാണ്. സെൻ കഥയിൽ ഒരു ഗുരു, സെൻ ഗുരു യാങ്സു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു, ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, ഗുരു അങ്ങനെ എന്തിനാണ് കരയുന്നത്? ഇത്രയും ഞാനുള്ള ഒരാളെ കരയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാനൊരു ശലഭമായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ശലഭം പറന്നു എൻ്റെ ചിറകുകൾ ഇങ്ങനെ വായുവിൽ ചിറകടിച്ചുകൊണ്ട് പറന്നതാണ്. അപ്പൊ ഈ ശലഭം ചിറകടിച്ച് പറക്കുകയായിരുന്നു. ശലഭമായിട്ട് ഞാൻ സ്വപ്നത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, നിങ്ങളെ ഗുരു വന്നപ്പോ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നു, നിങ്ങള് ശലഭമല്ലാതായി തീർന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഗുരു പറഞ്ഞു, അതല്ല വിഷയം, ശലഭമായി സ്വപ്നം കണ്ടതല്ല. പക്ഷെ എന്റെ തോന്നൽ ഇപ്പോ ശലഭം, ഞാനിപ്പോ യഥാർത്ഥത്തില് മനുഷ്യനാണോ? ഒരു ശലഭം മനുഷ്യനെ സ്വപ്നം കാണുന്നതാണോ? ഒരു ശലഭത്തിന്റെ സ്വപ്നമാണോ ഞാൻ എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ നമ്മള് ഈ സെൻ കഥകളിൽ കോവൻ എന്നൊക്കെ പറയും. ഒരു രണ്ട് കൈ അടിച്ചാൽ ശബ്ദം ഉണ്ടാകുന്നു, അപ്പൊ ഒരു കൈ അടിച്ചാൽ എന്താ ഉണ്ടാകും, അങ്ങനെയുള്ള ചില പ്രത്യേക തരത്തിലുള്ള ചോദ്യങ്ങൾ. അതായത് ഭാഷയെ വേറെ രീതിയിൽ കാണാനുള്ള ഒരു ശ്രമം. അങ്ങനെയുള്ളൊരു വലിയ ഒരു വരി ഞാൻ ജിപ്സയുടെ കവിതയിൽ വായിച്ചു. അത് ഇതിന് വളരെ മനോഹരമായിട്ട് പഠനം എഴുതിയിട്ടുള്ള ആമുഖം എഴുതിയിട്ടുള്ള ഡോക്ടർ പി സുരേഷ് അദ്ദേഹം ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു പല്ലിയിൽ നിന്ന് ചുമൽ ഇറങ്ങിപ്പോകുന്നു. ഒരു പല്ലിയിൽ നിന്ന് ചുമൽ ഇറങ്ങിപ്പോകുക എന്ന് പറയുന്നത് വലിയ വിചിത്രമായിട്ടൊരു കൽപ്പനയാണ്. പല്ലിയെ സംബന്ധിച്ചാണ്. നമ്മൾ തീവണ്ടിയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണോ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പിന്നോട്ട് കുതിക്കുകയാണോ എന്ന് പറയുന്ന പോലെ പല്ലിയുടെ കാഴ്ചയാണ്. പല്ലിയുടെ കാഴ്ചയിൽ നിന്ന് ചുമൽ ഇറങ്ങിപ്പോകുന്നതായിട്ടുള്ള ഒരു കൽപ്പന ഈ കവിതയിൽ ഉണ്ട്, കവിതകളിലും ഉണ്ട്. ഇതാണ് ഇതിന്റെ സൂക്ഷ്മമായിട്ടുള്ള ഭാഷ. അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അനേകം കൽപ്പനകളും ഒക്കെ 50ഓളം കവിതകളിൽ ഒതുക്കി. അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വൈകി ഓടുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വൈകി പ്രസിദ്ധീകരിക്കുന്നതാണ്. ഒരുപാട് വർഷങ്ങൾ, ഒരു 10-12 വർഷത്തേക്ക് കവിതകൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും ഈ കവിതകൾ ഈ ജിപ്സ ഇപ്പോൾ സഹായിച്ചു. 50 കവിതകളിലും വളരെ മനോഹരമായിട്ട് ശീർഷകങ്ങൾ. ഓരോ ശീർഷകവും വായിച്ചു വയ്ക്കുന്നുള്ള മനസ്സിലാവും. വൈകി ഓടുന്ന പെൺകുട്ടി എന്നുള്ളത് മാത്രമല്ല, അതിന് കൊടുക്കുന്ന ഓരോ ടൈറ്റിലും പോലും ഒരു കവിതയുടെ സ്വഭാവം ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പുറത്ത് എൻ്റെ ഒരു പഴയ വിദ്യാർത്ഥി നമുക്ക് പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ ജിപ്സയെ പരിചയപ്പെടുത്തിയത് ജിപ്സ മണപ്പള്ളി കോളേജിൽ പഠിച്ച വിദ്യാർത്ഥിയെ അതൊന്ന് പറഞ്ഞുകൊണ്ടാണ്. ജിപ്സ മണപ്പള്ളി അല്ല പഠിച്ചതെന്ന് എനിക്കറിയാം. എഞ്ചിനീയറിംഗിൽ പഠിച്ചതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ജിപ്സയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും മണപ്പള്ളി കോളേജ് വിദ്യാർത്ഥിയായിട്ട് അറിയാനാണ് എൻ്റെ അവബോധമോ ഉപബോധമോ എന്നെ പ്രേരിപ്പിക്കുന്നത്. അത്രയധികം കോളേജിൽ നടന്നിട്ടുള്ള സർഗാത്മക പ്രവർത്തനങ്ങളുമായിട്ട് ഇടപെട്ട് ജീവിച്ച ഒരു കാലം ജിപ്സയ്ക്കുണ്ടായിരുന്നു. അവിടുത്തെ കവിതാ ക്യാമ്പുകളിൽ സംബന്ധിക്കുക, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പ്രതിനിധിയായിട്ട് വരിക, രജീഷ് കുമാറിനെ പോലെ അവിടെയുള്ള
വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെയുള്ള സാംസ്കാരിക പ്രവർത്തകരുമായിട്ടുള്ള അവരുടെ ഇടപെടൽ, ഇങ്ങനെ പലതരത്തിൽ പഠിച്ചിട്ടില്ലാത്തൊരു കോളേജിലെ വിദ്യാർത്ഥിയായിട്ട് മറ്റുള്ളവർക്കോ അധ്യാപകർക്കോ മറ്റുള്ളവർക്കോ തോന്നാവുന്ന തരത്തിൽ ഉള്ളൊരു ബന്ധം ജിപ്സയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഉണ്ട്. സന്തോഷത്തിന്റെ നിമിഷമാണെന്ന് പറയാൻ കാരണം രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ ഒരു കാലത്ത് ഇങ്ങനെ നമുക്കൊക്കെ ഒരുമിച്ചിരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ വലിയ സന്തോഷം, വലിയ കാര്യമാണ്. ഇതിലൊരു ചെറിയൊരു പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇങ്ങനെ നമ്മുടെയൊക്കെ ഏകാന്തതയോട് അല്പനേരം വിട പറഞ്ഞിങ്ങനെ ഇരിക്കാൻ കഴിയുന്നു. പഴയ മനുഷ്യനെ കുറിച്ചുള്ള പഴയ നമ്മുടെ താല്പര്യങ്ങളെ വീണ്ടെടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു, ജിപ്സയുടെ കൂടെ കവിത എഴുതി തുടങ്ങിയ കാര്യം 2-3 സമാഹാരങ്ങളാണ്. ഇതെന്താണ് പുസ്തകം വരാത്തതെന്ന് പലപ്പോഴായിട്ട് അവരുടെ ഓരോ കവിതയും എവിടെയെങ്കിലും കാണുമ്പോൾ ഞാൻ ആലോചിച്ചില്ല. ഇത്രയൊക്കെ ക്ഷേമം ഒരാൾക്ക് ഈ പ്രായത്തിൽ ഉണ്ടാവും. കാരണം 10-20 കവിത എഴുതിയിട്ട് പ്രസാദകരെ പോയി കാണുകയും ഇതുപോലെ ഒരു 50 കവിതയെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഒറ്റ ഇരുപ്പിൽ കുത്തിയിട്ട് ബാക്കി 30 എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളും എനിക്കറിയാം പലരെ സംബന്ധിച്ച്. കുറ്റമായിട്ട് പറയില്ല, അത്ര പെട്ടെന്ന് പുസ്തകം ഇറക്കുക, പ്രസിദ്ധി നേടുക, അങ്ങനെ ഒരു താല്പര്യമില്ലാതെ കവിത എഴുതുന്നു, അതിനെ കൂടെ സഞ്ചരിക്കുന്നു, അത് വരുമ്പോൾ വരട്ടെ എന്ന തരത്തിലുള്ള ഒരു വലിയ ക്ഷമ ജിപ്സയുടെ ഭാഗത്ത് ഉണ്ടായി. അത് ഈ പുസ്തകത്തിന് വലിയ ഗുണം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് 2 തരത്തിലുള്ള കവിതകൾ ഞാൻ കണ്ടു. ഒന്ന്, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്യാമ്പസ് കവിതയുടെ ഒരു രീതിയിൽ എഴുതിയ കുറച്ച് കവിതകൾ. പക്ഷേ 2020-ലും 2021-ലും ഒക്കെ എഴുതിയ 17-ന് ശേഷം എഴുതിയ ജിപ്സയുടെ കവിത വേറൊരു കവിതയാണ്. അതാണ് എൻ്റെ സന്തോഷ് കുമാർ പറഞ്ഞതിൽ അതിൻ്റെ തലവാചകങ്ങൾ തന്നെ, അതിൻ്റെ കവിതയുടെ ടൈറ്റിൽ തന്നെ എനിക്ക് മലയാളത്തിൽ ആ രീതിയിൽ കവിതയുടെ തന്നെ വേറൊരു തരത്തിലുള്ള ആഖ്യാനം, ആ ഒറ്റ വരി തന്നെ അതിൻ്റെ തലവാചകം തന്നെ കവിതയായി നിൽക്കുന്ന, അത് മാത്രം വെച്ചാലും മറ്റൊരു കവിതയായി തീരുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണം, ഭാഷയുടെ ഒതുക്കം, ഭാഷയുടെ പുതുമ ഒക്കെ വരുത്തിക്കൊണ്ടാണ് ജിപ്സ എഴുതുന്നത്. ജിപ്സയുടെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കവയിത്രി എന്ന് വിളിക്കാവുന്ന പോളിഷ് കവിയായിരുന്ന വിസ്ലാവ ഷിംബോസ്കിയെ കുറിച്ച്, അവരുടെ 2 കവിതയെ കുറിച്ചൊന്ന് പറയണം എന്ന് വിചാരിക്കാം. ഇവിടെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞൊരു കവിതയിൽ ഇത് പറയുന്നുണ്ട്, എന്താണ് കവിത, എന്താണ് കവിത എന്നുള്ളതിന് ആദ്യത്തെ ഉത്തരമുണ്ടായതിനു ശേഷം ഉറപ്പില്ലാത്ത അനേകം മറുപടികൾ ഇന്നോളം ഉണ്ടായി. എനിക്ക് പറഞ്ഞുകൂടാ ഇത് ശരിയാണോ എന്ന്. എങ്കിലും ഞാൻ അതിൽ മുറുകെ പിടിക്കുന്നു, എങ്കിലും ഞാൻ ആ ഉത്തരങ്ങളിൽ മുറുകെ പിടിക്കുന്നു, ബലമുള്ള ഒരു കൈവരിയിൽ എന്ന പോലെ. ബലമുള്ള ഒരു കൈവരിയിൽ വീണുപോകുമെന്നുള്ള പേടിയോട് പിടിക്കുന്ന ഒരാളെ പോലെ കവിതയെ ഞാൻ വിശ്വസിക്കുന്നു, കവിതയെ ഞാൻ മുറുകെ പിടിക്കുന്നു എന്ന് ഷിംബോസ്ക പറയുന്നു. എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കവിതയോട് ഇത്രയധികം ബന്ധവും ഇത്രയധികം ഹൃദയബന്ധവും സ്ഥാപിക്കുന്നത്? അത് ഈ മുറുകെ പിടുത്തമാണ്. കൈവരിയിൽ വീണുപോകുമോ എന്ന പേടിയിൽ പിടിക്കുന്ന ഈ പിടുത്തമാണ്, അല്ലെങ്കിൽ ആത്മാവോടുള്ള ഈ മുറുക്കി പിടുത്തമാണ് കവിത. അത് ജിപ്സയെ പോലെ പൊളിറ്റിക്കലായിട്ട് ജീവിക്കുന്ന ഒരു യൗവനമുള്ള ഒരു ആൾ, ലോകത്തെ കുറിച്ച് ബോധമുള്ള ഒരാൾ, സാധാരണ ഒരു വിദ്യാർത്ഥിയേക്കാൾ കൂടുതൽ സംവാദങ്ങളിലേക്കും ആശയലോകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരാൾക്ക് തൊഴിലായാലും മറ്റ് പലതരത്തിലുള്ള സൗകര്യങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ബന്ധങ്ങളായാലും അതിനൊക്കെ പുറമെ ഈ ശരിയാണോ എന്ന് ഉറപ്പില്ലാത്ത കവിതയെ കുറിച്ചുള്ള ഉത്തരങ്ങൾ പിടിച്ചുകൊണ്ട് വേണം നിൽക്കാൻ. അത് അവരുടെ ഒരു വളരെ ജെന്യൂനായിട്ടുള്ള ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു ബലമാണ്. ആ ബലത്തിന്റെ ഉത്തരമാണ് ഈ പുസ്തകം ഞാൻ വിചാരിക്കുന്നത്. ഷിംബോസ്കിയുടെ വേറൊരു കവിതയിൽ 3 തോണിക്കാർക്ക് ഒരു ദിവസം തോണിയിൽ പോകുന്ന സമയത്ത് കടലിൽ നിന്ന് ഒരു കുപ്പി കിട്ടുക, ചെറിയൊരു കുപ്പി. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കടലാസ് ഉണ്ട്. ആ കടലാസ് നിവർത്തി വായിക്കുമ്പോൾ അതിലുള്ളത്, എന്നെ ആരെങ്കിലും വന്ന് ഉടനെ രക്ഷിക്കണം, ഞാൻ ഈ കടലിൽ എടുത്തെറിയപ്പെട്ട നിലയിൽ, കൊടുങ്കാറ്റിനാൽ എടുത്തെറിയപ്പെട്ട നിലയിൽ ഒറ്റപ്പെട്ട് കഴിയാണ്, മരണത്തെ
കാത്തു കഴിയാൻ ആരെങ്കിലും വന്ന് ഉടനെ എന്നെ രക്ഷിക്കണം എന്നാണ് ഈ കടലാസിലുള്ളത്. ഒന്നാമത്തെ തൊഴിൽക്കാരൻ പറയുന്നു, ഇത് ഒരുപാട് പഴക്കമുണ്ടെന്ന് തോന്നുന്നു, ഏതോ കാലത്ത് എഴുതിയിട്ടതായിരിക്കും, കാലം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഇത് സ്ഥലം ഏതാണെന്ന് പറയുന്നില്ല, അദ്ദേഹം എവിടെയാണുള്ളതെന്ന് പറയുന്നില്ല. മൂന്നാമത്തെ ആൾ പറയുന്നു, ഇതിലെ കാലം എന്ന് പറഞ്ഞാൽ പഴയ കാലവുമാകാം, ഇന്നും ആകാം. സ്ഥലം എന്ന് പറയുന്നത് ദൂരെയുള്ള സ്ഥലവുമാകാം, ഈ സ്ഥലവുമാകാം. എന്നിട്ട് കവിയത്തിൽ പറയുന്ന സനാതന സത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇത്രയേ പറയാൻ സാധിക്കും. ഈ സനാതന സത്യം എന്നുള്ളത് മാറ്റിയിട്ട് കവിത എന്ന് ആക്കിയാലും സനാതന സത്യത്തിന്റെ വേറൊരു ആവിഷ്കാരമാണ് കവിത എന്ന അർത്ഥത്തിൽ. ഏത് സമയത്തും മരിച്ചു പോകാവുന്ന ഒരാളും അയാളുടെ സഹായപ്രക്രിയയായിട്ട് എഴുതിയിരുന്ന ഒരു കടലാസ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ കവിത. ജീവിതത്തിൽ പലതരത്തിലുള്ള മുങ്ങിപ്പോകലുകൾക്ക്, മരണസമാനമായിട്ടുള്ള ശൂന്യതകൾക്കൊക്കെ പരിഹാരം എന്നുള്ളത് ഒരാൾ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ലോകത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുപ്പി അടക്കം ചെയ്യുന്ന വാക്കുകളുടെ വേറൊരു തരത്തിൽ സന്ദേശമാണ് കവിത. അതൊരാൾക്ക് എഴുതിയേ പറ്റും. അയാൾ എവിടെയാണ് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടെ, ഏത് കാലത്താണെന്ന് അറിഞ്ഞുകൂടെ, ഏത് സ്ഥലത്താണെന്ന് അറിഞ്ഞൂടെ. കവി നിൽക്കുന്നത് ഇന്നത്തെ നിൽക്കുന്ന ഈ കവിതയിലെ ഇടമല്ല, വേറൊരു ഇടമാണ്. കാലത്തും സ്ഥലത്തും അനേകം ലെയർ ഉണ്ടാക്കുന്ന പണി, അനേകം അടലുകൾ സൃഷ്ടിക്കുന്ന പണിയാണ് കവിത. കാലത്തിനും സ്ഥലത്തിനും ഒരു ജമ്പ് ആണ് അയാൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വൈകിയോടുന്ന വണ്ടി എന്ന് പറയുന്ന പ്രയോഗത്തിൽ തന്നെ നമ്മുടെ കാലബോധത്തെ തെറ്റിക്കുന്ന, കാലബോധത്തെ പുനർനിർണയിക്കുന്ന ഒരു കവിയുടെ താല്പര്യമുണ്ട്. ദീർഘമായിട്ട് ആ കവിതയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ജിപ്സിയുടെ കവിതയെ കുറിച്ചിട്ട് മറ്റൊരു വ്യത്യാസം, വലിയ പ്രതിഷേധങ്ങളോ പ്രത്യക്ഷത്തിലുള്ള പ്രതിഷേധങ്ങളോ ആക്കി കവിതയില്ല. അതിലപ്പുറം ജീവിതത്തിന്റെ വളരെ ദുരന്തപൂർണമായിട്ടുള്ള ചില കടും നിറത്തിലുള്ള ചില അനുഭവങ്ങൾ, ദുഃഖത്തിന്റെ ഛായയിൽ സഞ്ചരിക്കുന്ന ഒരു മനസ്സിന്റെ അവതരണം, ദുരന്തബോധം, ഇതൊക്കെ മിക്കവാറും കവിതകളൊക്കെ ഉണ്ട്. അച്ഛായെന്ന നിലവിളിയെ കവിതയെ അയക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതുപോലെ സാധാരണ നേരത്തെ രജീഷ്കുമാർ പറഞ്ഞു, ഒറ്റ രോഗം തന്നെ മണക്കുന്നു നിന്നെ എന്ന പോലെ എന്നെയും. സാധാരണ ഈ രോഗം എന്ന് പറയുന്ന ഈ ഇമേജ് തന്നെ ഈ കവിതയിൽ കാണുന്ന വേറൊരു തരത്തിൽ പറഞ്ഞു, ജിപ്സിയുടെ കവിതയിൽ കാണുന്ന ഈ ഒരു സവിശേഷമായ ലോകബോധമായാലും സമീപനമായാലും അതിന്റെ ഒരു സൂചനയായിട്ട് എടുക്കാൻ വേണ്ടി തോന്നുന്നു. ചെമ്പരത്തിയിലെ ഉപരിപ്ലവമായ ചുവപ്പിൽ ഉരസി പോയിട്ട് അതിനുള്ളിലെ മരണത്തിന്റെ നീരെ കണ്ടെടുക്കുന്ന ഒരു, നേരത്തെ രജീഷ്കുമാർ പറഞ്ഞു, അത് വലിയ ഉദ്ദേശിച്ചിരിക്കുന്ന ആശയം പറഞ്ഞു. നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന ചെമ്പരത്തിയുടെ ചുവപ്പല്ല, അതിനെ ഉരസി പോയാൽ അതിനകത്തൊരു നീരയുണ്ട്, അത് മരണത്തിന്റെ നീരയാണ്. ഇതിന്റെ ജീവിതത്തിന്റെ നമ്മൾ കാണാത്തൊരടയുന്നു. അത് പലപ്പോഴും ഈ മരണവുമായിട്ടോ അല്ലെങ്കിൽ ദുരന്തവുമായിട്ടോ ഒക്കെ ചേർത്ത് വയ്ക്കാവുന്ന അനുഭവങ്ങളാണ് ഈ കവിതയിലുള്ളത്. മുറിയിലെങ്ങോ ചാരി വെച്ച പ്രേമം, തൂങ്ങിയാടുന്ന ഒരു ആകാശം, ഇപ്പോൾ നിലത്തു വീണ കാറ്റ്, ഇനി ഇല്ലാത്ത നിലവിളി. ഈ രീതിയിൽ ഒരുപക്ഷെ ജിപ്സിയുടെ തന്നെ പൂർവ്വകാല കവിതയിൽ കാണാത്ത തരത്തിലുള്ള ഒരു ഭാഷയിൽ തന്നെയുള്ള ഒരു ചാട്ടം ഈ സമാഹാരത്തിലെ ഒട്ടനവധി കവിതയിലുണ്ട്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ജിപ്സിയിൽ നിന്ന് മലയാളത്തിൽ ലഭിക്കാൻ പോകുന്ന കവിതയെക്കുറിച്ചുള്ള, വലിയ കവിതയെക്കുറിച്ചുള്ള സൂചനകൾ തരുന്ന ഒരു കാര്യം കൂടിയാണ്. ദൈവവുമായുള്ള ചതുരംഗത്തിലേർപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞിട്ട് ജിപ്സ് പറയും, ഈ കരുക്കൾ മുഴുവൻ മുറിവുകളാണ്. മുറിവുകൾ കൊണ്ട് കളിക്കുന്ന രണ്ടുപേർ, ദൈവവുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഇതൊരു സ്ത്രീയാണ്, ഇതൊരു പൗരനാണ്, അതായത് പൗരത്വം പ്രശ്നവൽക്കരിക്കപ്പെടുന്ന കാലത്തെ ഒരു പ്രതിനിധിയാണ്. ആ തരത്തിലെല്ലാം രാഷ്ട്രീയവുമാണ് ഈ കവിത. ഏതായാലും വായിക്കുന്നവർക്കൊക്കെ ഈ കവിത വായിച്ചു കഴിയുമ്പോൾ ഒറ്റ ലോകം തന്നെ ഉണർത്തുന്നു നിന്നെ എന്ന പോലെ എന്നെയും എന്ന് അനുഭവിപ്പിച്ചത് പുസ്തകമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജിപ്സിക്ക്
ഇനിയും ഇതുപോലെ കവിതയുമായി വന്ന് നമ്മെ അത്ഭുതപ്പെടുത്താൻ സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഏറ്റുവാങ്ങാനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വ്യവസായം ആണ് പുതിയ കവിതയിൽ പ്രത്യേകിച്ച് വായനക്കാരന്റെ ഉത്തരവാദിത്വം വലുതാണ് എന്നുള്ളതാണ്. പഴയ കവിത തരുന്നത് പോലെ ഈ രാമകൃഷ്ണൻ പറയുന്ന ഒരു ഫോട്ടോഗ്രാഫി കാഴ്ചയല്ല പുതിയ കവിത എന്ന് നമുക്കറിയാം. നമ്മൾ ഉണ്ടാക്കുന്നത് കൂടിയാണ്. അങ്ങനെയുള്ള ഒരു കവിതയിൽ ഒന്നാം പക്കം ഒരു പാട്ടിൽ സൗകര്യക്കുന്ന വിധം വായിക്കുമ്പോൾ എനിക്ക് എങ്ങനെയോ അറിയാതെ ഈ ഹാളിലൊക്കെ ഇരുന്ന് പാട്ട് പാടേണ്ടിയിരുന്നു നമ്മുടെ വിശ്വനാഥൻ എന്ന് പറയുന്ന പാട്ടുകാരനെ, പുതുപ്പണത്തെ പ്രിയപ്പെട്ട പാട്ടുകാരനെ ഓർമ്മ വന്നുകൊണ്ടുപോവാ. കവിത വായിക്കുമ്പോൾ അങ്ങനെ ചേർന്ന് കൂടിയുണ്ട്. അങ്ങനെ ചില ആളുകൾ, പല ആളുകൾക്ക് ഒരു പക്ഷെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട് നിങ്ങളുടെ ചില കവിതകളൊക്കെ വായിക്കുമ്പോൾ എന്നാണ്. തിരികെ ഇറങ്ങേണ്ടവരുടെ ചൂളംവിളികൾ എന്ന് പറയുന്ന കവിതയിൽ എങ്ങനെയാണ് ജിപ്സയുടെ ഭാവന സഞ്ചരിക്കുന്നതിന്റെ ഒരു വഴി എന്നുള്ളത്, കയറിപ്പോയ കാലത്തിലേക്ക് തിരികെ ഇറങ്ങാവുന്ന ഒരു ട്രെയിൻ ഉണ്ടാവുക, ആ ട്രെയിനിൽ കയറി പറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവുക. കയറിപ്പോയ കാലത്തിലേക്ക് തിരികെ ഇറങ്ങാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നിങ്ങൾ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ജിപ്സ പറയുന്നത് അച്ഛനോട് കലഹിച്ച, അച്ഛനുമായി മിണ്ടാതായ കലം വെച്ച പിണക്കത്തിന്റെ ദിവസത്തിന്റെ തൊട്ടു മുമ്പത്തെ സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നാണ്. ആ സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ തിരികെ എടുത്ത് പെറുക്കി വെക്കണം. പിന്തുടരാൻ കഴിയാതിരുന്ന ആളുകളടക്കം പല കാലങ്ങളിൽ ജിപ്സയോടൊത്തുണ്ടായിരുന്ന, ഇക്കാലം വരെയുള്ള ജിപ്സയുടെ സർഗാത്മക ജീവിതത്തിന്റെയും വ്യക്തി ജീവിതത്തിന്റെയും പല അടരുകളിൽ, താളങ്ങളിൽ അവൾക്കൊപ്പം ഉണ്ടായിരുന്ന നിരവധി ആളുകൾ ഒരുപക്ഷെ കോവിഡ് കാലത്തിന്റെ വലിയ അടച്ചുപൂട്ടലിന്റെ ഒറ്റപ്പെടലുകളൊക്കെ കഴിഞ്ഞ് ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള ചില സന്ദർഭങ്ങളാണ് പല അകൽച്ചകളെയും തിരക്കുകളും നമ്മുടേതായ ലോകങ്ങളും ഒക്കെ നമുക്ക് സമ്മാനിക്കുന്ന പലതരം അകന്നു പോകലുകളെയും മാറ്റി നിർത്തി ഇതുപോലെ ഒത്തൊരുമയിൽ വന്നു ചേരാനും ഇരിക്കാനും സൗഹൃദം പങ്കിടാനും ഒക്കെ നമുക്ക് സഹായകരമായി തീരുന്നത്. ഏറെ കാലത്തിന് ശേഷമാണ് സത്യത്തിൽ ഇതുപോലെയൊരു സദസ്സിന് സാക്ഷ്യം വഹിക്കുന്നത്. അതിൻ്റെ വലിയ സന്തോഷമുണ്ട്. അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഒരു പുസ്തകം യാഥാർത്ഥ്യമാകുന്ന ഒരു കാര്യത്തിലാവുമ്പോൾ പ്രത്യേകിച്ച്. സ്കൂൾ കാലം തൊട്ട് സജീവമായ ഒരു എഴുത്തു ജീവിതമുണ്ട് ജിപ്സയ്ക്ക്. അത് കലാലയങ്ങളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് ആനുകാലികങ്ങളിലും പിന്നീട് നവമാധ്യമങ്ങളിലും ഒക്കെ എഴുതുന്ന കവിതകളായാലും വല്ലപ്പോഴുമൊക്കെ ഇത് ഞാൻ പറയേണ്ടതുണ്ട് എന്ന് വല്ലാതെ വീർപ്പുമുട്ടുന്ന സന്ദർഭങ്ങളിൽ വിവിധങ്ങളായ സാമൂഹ്യ പ്രശ്നങ്ങളെ മുൻനിർത്തി വിശകലനം ചെയ്ത് എഴുതുന്ന ഒരു 10 വരിയിലും 15 വരിയിലും തീരുന്ന ചില കുറിപ്പുകളായാലും എത്ര കണിശതയോടെയാണ്, കൃത്യതയോടെയാണ് താൻ ജീവിക്കുന്ന ഒരു കാലത്തിന്റെ സ്പന്ദനങ്ങളെ ജിപ്സ ഏറ്റുവാങ്ങുന്നത് എന്ന് അത് വായിക്കുന്ന ആളുകളെ മുഴുവൻ ആശ്ചര്യപ്പെടുത്തുന്ന അത്രയും കരുത്തുള്ള ഒന്നാണ് ജിപ്സയുടെ കാവ്യജീവിതം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. നമുക്കറിയാം, ഇന്നീ വേദിയിൽ പുസ്തക പ്രകാശനം നടത്തുന്ന ജിപ്സയുടെ വൈകി ഓടുന്ന പെൺകുട്ടി എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് മലയാളത്തിലെ വളരെ ശ്രദ്ധേയരായ എഴുത്തുകാരിൽ ഒരാളായ ഈ സന്തോഷ് കുമാറാണ്. അന്ധകാരനഴി പോലെയുള്ള, നാരകങ്ങളുടെ ഉപമ പോലെയുള്ള വളരെ ഗംഭീരമായ സൃഷ്ടികളുടെ എഴുത്തുകാരനും ഏറ്റവും സജീവമായി ഇപ്പോഴും എഴുത്തിന്റെ മേഖലയിൽ നിൽക്കുന്ന ആളുമായ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, ഒരുപക്ഷെ പുതിയ കാലത്തിന്റെ ഏറ്റവും മികച്ച കഥാശില്പത്തിന്റെയും കഥാഭാവുകത്വത്തിന്റെയും ഉടമയായ സന്തോഷ് കുമാറിനെ സ്നേഹാദരങ്ങളോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, വടകരയ്ക്ക് വേണ്ടി ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്നേഹാദരങ്ങളോടെ ഞാൻ സ്വാഗതം ചെയ്യും. കവിതകൾ ആദ്യം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഷയെ കുറിച്ചാണ് ചിന്തിച്ചത്.
അത്തരത്തിൽ വാക്കിനെ അപകടപ്പെടുത്ത ഉളവാക്കുന്നു, അല്ലെങ്കിൽ വാക്കിനെ നിലനിൽക്കുന്ന രീതിയിൽ നിന്നും ഒന്ന് മാറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയുള്ള വാക്കുകളെ പരസ്പരം ഒന്ന് മാറ്റി കൊണ്ടുപോകും. നമ്മുടെ മാനസിക നിലയ്ക്കനുസരിച്ച് നമ്മളതിനെ നിരന്തരം ആ വാക്കുകളിൽ തന്നെ പണിയെടുക്കുമ്പോൾ രൂപപ്പെടുന്ന ഒന്നായി സാഹിത്യം മാറുമെന്ന് വേണമെങ്കിൽ പറയാം. സെബാൾഡിന്റെ ഒരു കവിതയിൽ പറയുന്നത്, ദൂരെ നിന്ന് ട്രെയിൻ പോകുമ്പോൾ ലാൻഡ്സ്കേപ്പുകൾ, ഭൂഭാഗങ്ങളൊക്കെ വളരെ നിശബ്ദരായി ആ ട്രെയിനിലൂടെ ആളുകൾ അലിഞ്ഞലിഞ്ഞ് പോകുന്നത് ഞാൻ നോക്കി നിൽക്കുന്ന ദൃശ്യം. ഭൂഭാഗങ്ങൾ ട്രെയിനുകൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ വൈകിയോടൻ പെൺകുട്ടി എന്ന ഈ സമാഹാരം വൈകിയോടൻ തീവണ്ടിയെ കുറിച്ചാണ്. ആനന്ദൊരു ഇതിൽ പറയുന്നുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവർ ആരും പോകുന്നില്ലെങ്കിലും വളരെ തിരുനെല്ലാം പോകുന്നൊരു ട്രെയിൻ ചൂളം പിടിച്ച് പോകുമ്പോൾ ഒരു വല്ലാത്ത വിഷാദം നമ്മൾ അറിയുന്നു. അപ്പൊ അത്തരമൊരു അനുഭവം, അത്തരത്തിൽ വിഷാദത്തെ സംബന്ധിച്ച, സാന്ദ്രമായ വേദനകളെ സംബന്ധിച്ച ഒരു അനുഭവത്തെ ഈ കവിതകളെല്ലാം നൽകുന്നതായിട്ടാണ് തോന്നിയത്. എന്നാൽ ഈ ഒരു അനുഭവം മാത്രമല്ല, അങ്ങനെ വളരെ ഏകശിലാത്മകമായി വായിക്കാവുന്നൊന്നുമല്ല. അതിന്റെ പാരായണത്തിന്റെ അനേകം സാധ്യതകളിൽ ഒരു സാധ്യത മാത്രമാണ് ഞാൻ പറഞ്ഞത് തോന്നുന്നത്. അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് ഒരു ട്രിബ്യൂട്ട് ഒരു കവിതയുണ്ട്, സെവാഗിനെ കുറിച്ചൊരു കവിതയുണ്ട്, മെസ്സിയെ കുറിച്ച് അത്തരത്തിലൊരു നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ രാജ്യത്തെയൊക്കെ വളരെ പ്രസിദ്ധിച്ച രണ്ടുപേരുള്ള ട്രിബ്യൂട്ടുകളായിട്ട് കൂടി. അപ്പൊ അത്തരത്തിൽ ഒരുപാട് സാധ്യതകൾ കവിതയുടെ പലതരത്തിലുള്ള ഭാഷയിൽ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സാധ്യതകളിൽ കവിതകളെ ഉണ്ടാക്കാനാവും, അതിനൊരു സാഹിത്യ കൃതിയെ നിർമ്മിക്കാനാവും എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഈ കവിതയിൽ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറെ വൈകിയ വേളയിൽ ഇത്രയുമാണ് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ കവിതാ സമാഹാരത്തിന് എല്ലാ ആശംസകളും ഒരുപാട് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച കാത്തിരുന്ന ഒരു മുഹൂർത്തം, വൈകിയോടുന്ന പ്രകൃതി എന്ന കവിതയുടെ പ്രകാശനം. ഒരുപാട് സന്തോഷമുണ്ട്, അതുപോലെ ആഹ്ലാദമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രമേൽ സമ്പുഷ്ടമായ ഒരു ചടങ്ങിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുക വലിയ ഭാഗ്യമാണ്. തീർച്ചയായും ജിപ്സയെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് വടകരയിലെ ഒരു സംവാദ സദസ്സിലാണ് ഞാൻ അറിയുന്നത്, നേരിൽ പരിചയപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ കവിതകളൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും നേരിൽ കണ്ടത് കേവലം 5-6 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ഞാൻ ഏറെ ശ്രദ്ധിച്ച ജിപ്സയിലെ ചില പ്രത്യേകതകൾ, എപ്പോഴും ഏത് സമകാലീന അനീതിയോടുള്ള, സമകാലീന രാഷ്ട്രീയ കാര്യങ്ങളോടുമുള്ള നിലപാടറിയിക്കലിലൂടെ, അനീതിക്കെതിരായുള്ള ഉറച്ച ശബ്ദങ്ങളിലൂടെ, ആശയങ്ങളുടെ തെളിമയാർന്ന ആവിഷ്കാരങ്ങളിലൂടെ, മനോഹരമായ ഭാഷയിലൂടെ ജിപ്സ ഒരുപാട് ശ്രദ്ധയായിരുന്നു. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് ബഹുമാനിച്ച വായനക്കാരന്റെ ഉത്തരവാദിത്വം വലുതാണ് എന്നുള്ളതാണ്. പഴയ കവിത തരുന്നത് പോലെ ഈ വി രാമകൃഷ്ണൻ പറയുന്ന ഒരു ഫോട്ടോഗ്രാഫി കാഴ്ച എന്റെ പുതിയ കവിത എന്ന് നമുക്കറിയാം, നമ്മൾ ഉണ്ടാക്കുന്നത് കൂടിയാണ്. അങ്ങനെയുള്ള ഒരു കവിതയിൽ ഒന്നാം പക്കം ഒരു പാട്ടിൽ ശവടിക്കുന്ന വിധം വായിക്കുമ്പോൾ എനിക്ക് എങ്ങനെയോ അറിയാതെ ഈ ഹാളിലൊക്കെ ഇരുന്ന് പാട്ട് പാടേണ്ടിയിരുന്നു നമ്മുടെ വിശ്വനാഥൻ എന്ന് പറയുന്ന പാട്ടുകാരനെ, പുതുപ്പണത്തെ പ്രിയപ്പെട്ട പാട്ടുകാരനെ ഓർമ്മ വന്നിരിക്കുക. കവിത വായിക്കുമ്പോൾ അങ്ങനെ ചേർന്ന് കൂടിയുണ്ട്. അങ്ങനെ ചില ആളുകൾ, പല ആളുകളും ഒരു പക്ഷെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള ചില കവിതകളൊക്കെ വായിക്കുമ്പോൾ എന്നാണ്. തിരികെ ഇറങ്ങേണ്ടവരുടെ ചൂളംവിളികൾ എന്ന് പറയുന്ന കവിതയിൽ എങ്ങനെയാണ് ജിപ്സയുടെ ഭാവന സഞ്ചരിക്കുന്നതിന്റെ ഒരു വഴി എന്നുള്ളത്, കയറിപ്പോയ കാലത്തിലേക്ക് തിരികെ ഇറങ്ങാവുന്ന ഒരു ട്രെയിൻ ഉണ്ടാവുക, ആ ട്രെയിനിൽ കയറി പറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവുക. കയറിപ്പോയ കാലത്തിലേക്ക് തിരികെ ഇറങ്ങാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നിങ്ങൾ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ജിപ്സ പറയുന്നത് അച്ഛനോട് കലഹിച്ച, അച്ഛനുമായി മിണ്ടാതായ കലം വെച്ച പിണക്കത്തിന്റെ ദിവസത്തിന്റെ തൊട്ടു മുമ്പത്തെ സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നാണ്. ആ സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ തിരികെ എടുത്ത് പെറുക്കി വെക്കണം. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി പറയുന്നു. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഞാനിത് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും കൂടുന്ന ഒരു സുഹൃത്ത്, സിബിജോ എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് ചില ആശുപത്രി ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തിച്ചേരാൻ പറ്റിയില്ല. അദ്ദേഹത്തെ ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നു. അതേപോലെ ഇവിടെ ഇരിക്കുന്ന, ഈ വേദിയിലിരിക്കുന്ന മനുഷ്യരൊക്കെ
എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളാണ്. അത് ശ്രീ സന്തോഷ് കുമാർ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആരാണ് മലയാളത്തിൽ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ ആദ്യം പറയുന്ന പേരുകളിൽ ഒന്നാണ് സന്തോഷ് കുമാറിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ കഥകളുടെ സമാഹാരം, ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം, എൻ്റെ എല്ലാ മുറികളിലും, എല്ലാ നാടുകളിലും, ഞാൻ താമസിച്ച മുറികളിലൊക്കെ ഏറ്റവും കയ്യെത്തി പിടിക്കാവുന്ന ഒരു പുസ്തകമായി ഞാൻ കൊണ്ടു നടക്കാറുള്ള പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു സന്തോഷ് കുമാറിൻ്റെ പുസ്തകം. അപ്പോൾ അദ്ദേഹത്തെ ശരിക്കും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുക, അത്ര വലിയൊരു പരിപാടി എന്നൊരു പ്ലാൻ പോലും ഇല്ലായിരുന്ന സമയത്ത് പെട്ടെന്ന് ഷിജോട്ടനാണ് ഒരു ദിവസം അങ്ങനെ എൻ്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ ഇങ്ങനെ പ്രകാശനത്തിൽ എന്ന് പറഞ്ഞാൽ അയ്യോ സന്തോഷ് കുമാർ വരുവായിരിക്കുമോ പെട്ടെന്ന് തോന്നിയ ഒരാഗ്രഹം, ഒരു സംശയം. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയും പക്ഷെ ഉടനെ തന്നെ അദ്ദേഹം സ്നേഹപൂർവ്വം അത് സമ്മതിക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യായിരുന്നു. അതുപോലെ തന്നെ വീരാൻകുട്ടി മാഷ് എന്ന് പറയുന്ന വീരാൻകുട്ടി മാഷുമൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. വീരാൻകുട്ടി മാഷ് പഠിപ്പിച്ചില്ലെങ്കിൽ പോലും വീരാൻകുട്ടി മാഷിന്റെ കുട്ടികളായി തന്നെ വളർന്ന ഒരു കോളേജ് കാലഘട്ടമൊക്കെ എനിക്കുണ്ടായിരുന്നു. അന്ന് മടപ്പള്ളി കോളേജിൽ പഠിക്കാതെ മടപ്പള്ളി കോളേജിലെ വിദ്യാർത്ഥിയായ ഒരാളാണ് ഞാൻ. അങ്ങനെ വീരാൻകുട്ടി മാഷുമൊക്കെയുള്ള വർഷങ്ങളായിട്ടുള്ള സൗഹൃദം, വീരാൻകുട്ടി മാഷൊക്കെ ആണെങ്കിലും വളരെ സ്നേഹപൂർവ്വം, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മറുപടി തന്നുകൊണ്ട് അങ്ങേയറ്റത്തെ സ്നേഹത്തോടു കൂടിയാണ് ഇത് ഓരോരുത്തർക്കും ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത്. അത് കൃഷ്ണദാസിനോട് പഠനം എഴുതാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നത് പിന്നെന്താ ചേച്ചി ഞാൻ ഇരിക്കുന്നതിന് അതിനല്ലേ എന്നുള്ള രീതിയിലാണ് അവരൊക്കെ മറുപടി വരുന്നത്. അങ്ങനെ ഒരുപാട് പേര്, ഇപ്പൊ ലിജി ചേട്ടനാണെങ്കിൽ ലിജി ചേട്ടനൊക്കെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്ന് ഓടിയെത്തുന്ന ഒരാളാണ്. നമുക്ക് പറയാൻ പോലും മടി തോന്നും ഇങ്ങനെ ഒരു പരിപാടിക്ക് വരാൻ പറ്റുമോ, കാരണം അത്രയധികം തിരക്കുകൾ, അത്രയധികം കാര്യങ്ങളുമായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരാളോട് പറയാൻ പോലും മടി തോന്നും. പക്ഷെ അത്രയും സ്നേഹത്തോടെ എത്തിച്ചേരാനാണ് ഇവിടെ ദീപക് ടീച്ചറാണെങ്കിലും നമ്മുടെ വാർഡ് കൗൺസിലറായ ബാജി ചേട്ടനാണെങ്കിലും മറ്റിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകർ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, സപ്രാശ്മിയുടെ പ്രവർത്തകർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. ഗഫൂർ മാഷ് പറ്റി ഞാൻ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് തോന്നുന്നു. ഗഫൂർ മാഷ് ഹൈസ്കൂൾ മുതൽ എല്ലാ പരിപാടികൾക്കും യുവജനോത്സവങ്ങൾക്കും ഒക്കെ എന്നെ കൈപിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാള് ഗഫൂർ മാഷായിരുന്നു. അതേപോലെ എൻ്റെ ചെറിയ സ്കൂളിലെ മാഷന്മാർ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മനുഷ്യരൊക്കെ കാണുന്ന സമയത്തേക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, കവിത ഇറങ്ങുന്നു, പുസ്തകം പുറത്തിറങ്ങുന്നു എന്നുള്ളതൊക്കെ ബന്ധപ്പെട്ട അതിനേക്കാളൊക്കെ വലിയൊരു കാര്യമാണ് സ്നേഹിക്കപ്പെടുന്നു എന്ന് കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നിമിഷം ഉണ്ടാവുക എന്നുള്ളത്. ഈ പുസ്തകം കവർ റിലീസായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഇടുന്ന സമയത്താണെങ്കിലും ഇതിന് ലഭിക്കുന്ന വ്യാപകമായ ഒരു സ്വീകരണമുണ്ട്. ഞാൻ നിരന്തരം കവിത എഴുതുന്ന ഒരാളോ നിരന്തരം പ്രസിദ്ധീകരിക്കുന്ന ഒരാളോ ഒന്നുമല്ല. ഞാൻ ഈ ലോകത്ത്, ഈ സാംസ്കാരിക സാഹിത്യ ലോകത്തെ ജീവിക്കുന്ന ഒരാളല്ല. ഞാൻ ഇതുമായി ഘടകവിരുദ്ധമായ മറ്റൊരു ലോകത്ത്, ഇതുമായൊന്നും യാതൊരുവിധ ബന്ധവുമില്ലാത്ത, ഒരുപക്ഷെ നമ്മുടെ പുസ്തകത്തിന്റെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വൈകി എത്തിപ്പോയി എന്ന് പറയാൻ പോലും യാതൊരുവിധ സാഹിത്യതകളും അവശേഷിക്കാത്ത ഒരു ലോകത്ത് യന്ത്രസമാനമായ കൃത്യതയോടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനൊരു പുസ്തകം ഇറങ്ങുന്ന സമയത്ത്, ഇതിനൊരു FB പോസ്റ്റ് ഇടുന്ന സമയത്തൊക്കെ ഇതിന് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു സ്വീകരണം എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പരിപാടി നടത്തണം എന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ ഒറ്റ ഫോൺ കോളിലാണ് ഞാൻ ഷിജോട്ട് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തണമല്ലോ, അല്ലെങ്കിൽ ജോബിഷോട്ട്